ചേട്ടായി എല്ലാരും വണ്ടിക്കകത്ത് കയറി. എടാ ഒരു കാര്യം ചെയ്യും, നീ ആ പെട്ടി സാധനങ്ങളൊക്കെ ആയിട്ട് നേരെ അങ്ങ് പൊക്കോ, ഞാൻ അങ്ങ് വന്നോളാം. ഉണ്ണിയേട്ടനായിട്ട് ഞാൻ വന്നോളാം. എന്റെ ചേട്ടായി അല്ല അങ്ങോട്ട് വരണം, ചേട്ടായി അല്ലേ ചെറുക്കൻ. എടാ ഞാൻ തന്നെ ചെറുക്കാൻ സമ്മതിച്ചു. ഒരു കാര്യം ചെയ്യും, ആദ്യത്തെ ബസ് അങ്ങ് പറഞ്ഞു വിട്. എന്നാ ഓക്കെ പെട്ടെന്ന് വന്നേക്കണേ. ഉണ്ണിയേട്ടൻ വരാം. ഹലോ ഹലോ ഹലോ, നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഇവിടെ മുഹൂർത്തത്തിന് സമയമായി. ഇല്ല, ഞാൻ ഉണ്ണിയേട്ടനെ കാത്തിരിക്കുക കേട്ടോ. ഉണ്ണിയേട്ടൻ വന്നോടനെ വരുമെങ്കിൽ. പിന്നെ ആ സാധനം കൂടെ എടുക്കണേ. സാധനം നമുക്ക് ഇപ്പൊ അടിക്കണം, അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും വയലോടെ പോയി അടിച്ചാ പോരെ. അതാണോ പറഞ്ഞത്? പെണ്ണിന് കൊടുക്കാനുള്ള സാരി മാലയൊക്കെ നിങ്ങളുടെ അല്ലേ? അത് എടുക്കണേന്നാ പറഞ്ഞത്. അത് അനിയന്റെ കൊടുത്തു വിട്ടിട്ടുണ്ട്. അനിയന്റെ സാധനങ്ങളെല്ലാം സെറ്റാണ്. ഒരു പിന്നെ ഒന്ന് പെട്ടെന്ന് വരണം. കാര്യം ഫോട്ടോഗ്രാഫർമാരോട് വെയിറ്റ് ചെയ്യാം. നിങ്ങൾ വന്നാലേ പെണ്ണിന്റെ ചെറുക്കന്റെ ഫോട്ടോ എടുക്കാൻ പറ്റൂ. കുഴപ്പമില്ല, നിങ്ങൾ അങ്ങ് എടുത്തോ. നിന്റെ കല്യാണം അല്ലേ? പറഞ്ഞാൽ എന്റെ ആണല്ലേ. അപ്പൊ ഞാൻ എത്തിക്കോളാം. ഞാൻ ഇത്തിരി തിരക്ക്. ഉണ്ണിയേട്ടൻ വന്നിട്ടില്ല കേട്ടോ. ശരി. ഓ ശരി അങ്ങളെ. ഓക്കെ അങ്ങളെ. പുറംപോക്കിൽ ഇട്ടി വെട്ടി വിക്ക്. അല്ല പുറംപോക്കിൽ ഈട്ടിയിരിക്കണെന്ന് പറഞ്ഞു. അയ്യോ, പുറംപോക്കിൽ ഇട്ടിന്നല്ല, എന്റെ പേരാ പറഞ്ഞത്. പുറംപോക്കിൽ ഇട്ടി. വിന്റേജ് കാറിന്റെ ആള് ഞാനായിരുന്നു. അപ്പൊ കാറും കാര്യങ്ങളെല്ലാം സെറ്റാണ്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങിയാലോ? എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ പറ്റത്തില്ല. ഉണ്ണിയേട്ടൻ വന്നിട്ടില്ല. ബ്ലോക്ക് ഉണ്ടേ. ഉണ്ണിയേട്ടനല്ലെന്ന് വഴിയിൽ ബ്ലോക്ക് ഉണ്ട്, നമുക്ക് പോകണ്ടേ? ഉണ്ണിയേട്ടൻ വരട്ടെ. ഉണ്ണിയേട്ടനാണ് എന്റെ മാർഗദർശി. ഉണ്ണിയേട്ടൻ വരാതെ ഞാൻ പുറത്തോട്ട് വരത്തില്ല. ഉണ്ണിയേട്ടൻ ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ എന്റെ ജ്യേഷ്ഠ തുല്യനാണ്. എന്റെ അച്ഛനും അമ്മേനെ കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്റെ ഉണ്ണിയേട്ടൻ. ഞാൻ 10ാം ക്ലാസ് തോറ്റിരുന്ന സമയത്ത് എന്റെ ഉണ്ണിയേട്ടനാണ് എനിക്ക് തൊണ്ടി തന്നത്. നിങ്ങളൊരു കാര്യം ചെയ്തു, നിങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തോ, ഞാൻ കൂടെ വന്നോളാം. ഉണ്ണിയേട്ടൻ വന്നോളാം, ഞാൻ സെറ്റ് ചെയ്തോളാം. കഴിച്ചായിരുന്നോ? അയ്യോ, ഞാനൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. സെയിം പിച്ച് ഞാനും കഴിച്ചില്ല. കല്യാണ വീട്ടിൽ കഴിക്കാം. ഇറച്ചി കഴിക്കോ? അയ്യോ, ഞങ്ങളായിട്ട് 2 പ്ലേറ്റ് ഇറച്ചി കിട്ടി. ഇപ്പൊ തന്നെ മൊത്തം കഴിച്ചു തീർക്കി. കല്യാണ വീട്ടിൽ എവിടെ ഇരിക്കണ ഇറച്ചി? വയർ കാലിയാക്കിട്ട് വന്നിരിക്കുകയാണല്ലേ. ബിരിയാണി കഴിക്കോ? ബിരിയാണി കഴിക്കുന്നില്ല. ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ. ഇരിപ്പുണ്ടായിരുന്നു. അല്ല വേണ്ടെന്ന് പറഞ്ഞു. അല്ല വേണ്ട, അല്ല കുഴപ്പമില്ല, വണ്ടിയുടെ സെറ്റ് ചെയ്ത് കേട്ടാ. ഉണ്ണിയേട്ട ഇത് എവിടെ പോയി കിടക്കണം? ഉണ്ണിയേട്ടാ സിന്ദൂര പൊട്ടുതൊടുമ്പോളി നല്ല നെറ്റിയിലെന്നും സൂര്യനുദിച്ചിരുന്നു. പണ്ടെന്നും സൂര്യനുദിച്ചിരുന്നു. ഉണ്ണിയേട്ടാ കത്തിക്കല്ലേ? എന്താടാ? അല്ല ഉണ്ണിയേട്ട ഒഴിഞ്ഞപ്പോ എനിക്ക് ഉണ്ണിയേട്ട നമ്മൾ യുദ്ധത്തിനും എല്ലാം പോണം. ഉണ്ണിയേട്ട ഇനി അങ്ങോട്ട് നിനക്ക് എന്ന് യുദ്ധമായിരിക്കും. വാങ്കുട്ടാ, നീ അങ്ങ് വളർന്നല്ലടാ. എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. നീ എന്റെ കൂട്ടത്ത് പണ്ട് പോലെ ഇങ്ങനെ കളിച്ചിരിച്ചൊക്കെ നടന്നില്ലടാ. കല്യാണമായിട്ട് ഞാൻ നിനക്കൊന്നും തന്നില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം. ഉണ്ണിയേട്ട അതിന്റെ ഒന്നും കാര്യമില്ലെന്ന്. എനിക്ക് നിങ്ങളെ സ്നേഹം മാത്രം മതി ഉണ്ണിയേട്ട. എന്തെങ്കിലുമൊക്കെ നമ്മൾ ആവശ്യമില്ല, പോസിറ്റീവായിട്ട് ചിന്തിക്കണം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള നെഗറ്റീവ് അങ്ങ് പോകത്തുള്ളൂ. നെഗറ്റീവിനെ നമ്മൾ കളയണം എപ്പോഴും, എങ്കിലേ പോസിറ്റീവ് നമ്മളെ കൂടെ നിൽക്കുള്ളൂ. അല്ല കുഴപ്പമില്ല, ഉണ്ണിയേട്ട അങ്ങനെ കൂടി കൊണ്ടുപോയത്. വാടാ വാ, ഇരിക്കട്ടെ. നിനക്ക് ഇപ്പൊ ചെറുക്കന്റെ കാര്യം ചേരുന്നുണ്ട് കേട്ടോ, ചേരുന്നുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഏത് പ്രതിസന്ധി വന്നാലും ഇത് നീ നശിപ്പിക്കരുത്. ഇല്ല ഉണ്ണിയേട്ട, ഉണ്ണിയേട്ട എനിക്ക് തന്ന സ്നേഹമാണ്. ഒരിക്കലും ഈ സ്നേഹം ഞാൻ പണം വെക്കില്ല ഉണ്ണിയേട്ട. പിന്നെ വിൽക്കും. ഇതിനെ പോലീസ് പിടിക്കണം പൊട്ടാ. എന്താ പിന്നെ മുക്കോണം കൊണ്ടൊന്നും പണം വെച്ച് വിട്ടി കഴിഞ്ഞാൽ പിന്നെ പോലീസ് പിടിക്കത്തില്ല. കൊണ്ടുവരുന്നു. പിന്നല്ലാതെ പണ്ട് പാടവരമ്പത്തിലൂടെയൊക്കെ നീ ഇങ്ങനെ എന്റെ കയ്യും പിടിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോ എനിക്കങ്ങോട്ട് സങ്കടം വരുവോ മങ്കുട്ട? ഉണ്ണിയേട്ടാ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. ഈ ചെറുക്കന്റെ കാര്യം പണ്ട് നീ SSLCക്ക് തോറ്റ് വന്നപ്പോ നിന്റെ അച്ഛൻ വീട്ടിൽ നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ് നീ കിടന്ന് നിലവിളിച്ചപ്പോ എന്റെ ജയിച്ച സർട്ടിഫിക്കറ്റ് നിനക്ക് തന്നിട്ട് നിന്റെ തോറ്റ സർട്ടിഫിക്കറ്റ് ഞാൻ സ്വന്തമായിട്ട് എടുത്തോണ്ട് പോയവനാടാ ഈ ഉണ്ണിയേട്ടൻ. ഉണ്ണിയേട്ടാ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. ഈ ചെറുക്കന്റെ കാര്യം ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇവന് വാങ്ങിച്ചു കൊടുക്കും, ഞാൻ ഉടുത്തില്ലെങ്കിൽ ഇവനെ കൊണ്ട് ഉടുപ്പിക്കും. ഇപ്പൊ കണ്ടോ, ഇവൻ കല്യാണം കഴിക്കാൻ വേണ്ടി ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ വാങ്ങിച്ചു കൊടുത്താ അത് ഇട്ടോണ്ടാ ഇവൻ കെട്ടാൻ പോകുന്നത്. ഉണ്ണിയേട്ടാ എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. മക്കളെ, മറ്റൊരു കാര്യം, എന്താ ഉണ്ണിയേട്ടാ? നീ കെട്ടാൻ പോണ പെണ്ണ് തങ്കപ്പെട്ട മനസ്സുള്ളോളാം. അതെങ്ങനെ ശരിയാവും ഉണ്ണിയേട്ടാ? അവളെ അച്ഛന്റെ പേര് വിജയൻ എന്നല്ലേ? തങ്കപ്പന്റെ സ്വഭാവം എങ്ങനെ വരും? എന്റെ മിഴി രണ്ടും നിറയും ഞാൻ തൊഴുതു കാലിൽ വീഴും. ഇങ്ങനെയുള്ള തമാശയാണ് നീ രാത്രി പറയാൻ പോണ? വ്യാച്ചായിരിക്കും. ഉണ്ണിയേട്ടാ വരൂ, എനിക്ക് ഭയങ്കര പേടിയുണ്ട്. എടാ അത് ആദ്യമാവണ്ട, അടുത്ത കറക്റ്റ് ആയിക്കോളും. വേറെ സന്തോഷം പറയാൻ വിട്ടുപോയി. എന്താ? നീ കെട്ടാൻ പോണ പെണ്ണുണ്ടല്ലോ, ഈ കെട്ടാൻ പോണ പെണ്ണിന്റെ ഏറ്റവും മൂത്ത ചേച്ചി ഉണ്ടല്ലോ, നമ്മൾ പെണ്ണ് കാണാൻ പോയപ്പോ അവിടെ നിന്നില്ലേ, ഡിവോഴ്സ് ആയ കൊച്ചി, അത് എന്റെ ഓട്ടത്ത് പഠിച്ചതാ. എനിക്കത് അപ്പോഴേ തോന്നി. അവിടെ കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അയ്യേ അങ്ങനെയൊന്നുമില്ല, അറിയോളൂ എന്റെ ഉണ്ണിയേട്ടൻ. എനിക്ക് അത്രയുള്ളൂ. പിന്നെ സമയം നോക്കണം. വിദ്യാഭ്യാസ സമയത്തൊക്കെ വിളിച്ചായിരുന്നു ഉണ്ണിയേട്ടാ. എനിക്ക് ഭയങ്കര പേടിയുണ്ട് കേട്ടാ. നീ പോരാഴ്ച ചുമ്മാ. ആദ്യമായിട്ടല്ലേ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പോണെന്ന് സംസാരിക്കണേ ഉണ്ണിയേട്ടാ. എനിക്ക് ഭയങ്കര ടെൻഷൻ. എടാ നീ ഇങ്ങനെ പേടിക്കണം, ഞാനല്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്.
എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, അത് മാറാൻ വേണ്ടി ഞാൻ ഒരു ചെറുത് കഴിക്കാൻ പോവാ. സമയം നോക്കണം. ഇവിടെ സമയം ഉണ്ടടാ ഇറക്കാം, മുഹൂർത്തത്തിന് ഈ സമയം. നീ എന്ത് ഇവന്റെ കാര്യം? നല്ല സാധനം കേട്ടാ രഘു ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നത്. ചെറുത് കഴിക്കണടാ. വേണ്ട ഉണ്ണിയേട്ടാ, എനിക്ക് പേടി. എനിക്ക് സംഭവം എന്ന് പറഞ്ഞാൽ നല്ല പേടിയും പറയലും ഒക്കെ ഉണ്ട്. പേടി മാറാൻ തന്നെ നീ എന്റെ മോൻകുട്ടയിൽ നീ ഒരു ചെറുത് കഴിക്ക് തന്നെ. ഓ മണമൊന്നുമില്ല, നല്ല സാധനം. വേണ്ടായിരുന്നു. ചെറുത് 10 കഴി, കുഴപ്പമില്ല. അയ്യോ, നല്ല സാധനം. എങ്ങനെയുണ്ട്? കൊള്ളാം. വിറയിൽ ചെറുതായിട്ട് മാറിയാ? ഇതോടെ അടിച്ചോ, കുഴപ്പമില്ല. നമ്മൾ പോകുന്നു, കെട്ട് നടത്തുന്നു, അടിപൊളിയായിട്ട് വരുന്നു. അപ്പൊ ഞാൻ ചെറുതോടെ അടിക്കുന്നു, നമ്മൾ ഇറങ്ങുന്നു. ഓക്കെ? മതി മതി മതി, ഒരു വിധം മാറി. ഓക്കെ, അപ്പൊ എല്ലാം റെഡി ആക്കിയല്ലേ? ബാങ്ക് സാധനങ്ങളൊക്കെ എടുത്തോ. എടാ അവിടെ വിളിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോടാ. ക്യാമറമാൻമാർ എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെ 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 ഓക്കെ. പോവാ. എന്താടാ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. എന്താ? എനിക്ക് ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഒരൊറ്റ അടി അടിച്ചാൽ വെള്ളം അടിച്ചാൽ ആവശ്യമില്ല. നീ ഇറങ്ങി. ഞാൻ പറയുന്നില്ല ഉണ്ണിയണ്ട, എനിക്ക് ഇഷ്ടമല്ല ഈ കല്യാണത്തിന് ഇഷ്ടമല്ല. ഞാൻ അലിമുണ്ടാക്കും, എനിക്ക് ഇഷ്ടമല്ല. വാങ്കുട്ടാ, ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ചുമ്മാ ആവശ്യമുള്ള വിഷയം ഉണ്ടാക്കല്ലേ, എനിക്ക് പ്രശ്നമാവും. നീ ഇറങ്ങി മര്യാദയ്ക്ക് ഇറങ്ങി. ഒരു പെണ്ണിന്റെ ഭാവിയാണ്. എന്തൊരു ഭാവി? നിങ്ങൾ എന്തിനാണ് അവിടെ കിടന്ന് കറങ്ങണമെന്ന് എനിക്കറിയാല്ലേ. നിങ്ങൾ ഞാൻ കല്യാണം കഴിക്കാൻ പോണ ആ പെണ്ണിന്റെ ചേച്ചീനെ നിങ്ങൾ ലൈൻ അടിച്ചതല്ലേ? അപ്പൊ എന്നെ എങ്ങനെയെങ്കിലും ആ വീട്ടിനകത്ത് കയറണം, അതുവഴി നിങ്ങൾക്ക് ആ വീട്ടിനകത്ത് നുഴഞ്ഞു കയറണം. അല്ലടാ ഉണ്ണി, കള്ള ഉണ്ണി. ഉണ്ണിയേട്ടാ ഉണ്ണി. എടാ എന്റെ തോമാറ്റിക്കൽ സീരിയസ് ആയിട്ടാണ് പറയണത്. ഞാൻ പറഞ്ഞടാ ഉണ്ണി, നീ എന്നെ ഞാൻ ഇവിടെ വെള്ളം അടിച്ചോണ്ട് നീ ചതിക്കാൻ ഇവനെ ഒറ്റയ്ക്ക് നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല. നീ പറഞ്ഞില്ലേ നിന്റെ ഉണ്ണിയേട്ടനെ കൂടെ വിളി, നമ്മൾ ഇന്ന് ഇവനെ ഇടിച്ച് പഞ്ഞിയാക്കും. എടാ പ്രാന്ത, ആ ഉണ്ണിയാടാ ഞാൻ. ഇതാരാന്ന് പറഞ്ഞു? ഉണ്ണിയേട്ടന്? നിന്റെ ദൈവത്തിന്റെ തുല്യം പറഞ്ഞു ഉണ്ണിയേട്ടൻ. ആ ഉണ്ണിയേട്ടനാണ് പിടിച്ച് തല്ലിയത്. എടേ അങ്ങനെ എന്നെ ചതിക്കായിരുന്നടാ. എന്താ ചതി? അങ്ങനെ എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നു. എന്നെ ഓരോ സംഭവങ്ങളും ചെയ്തിട്ട് ആ വീട്ടിൽ എന്നെ കൊണ്ട് കയറ്റാൻ വേണ്ടിയിരുന്നില്ലേ? നിന്റെ നല്ലൊരു വേണ്ടിട്ടുള്ള ഞാൻ ചെയ്തത്. നീ എന്താ നല്ലായിരുന്നു ചെയ്തടാ? എടാ നിന്നെ ഞാൻ കുട്ടിക്കാലത്ത് ഇവന്റെ അച്ഛനും അമ്മയും നോക്കത്തില്ല. ഇവനെ ഈ ഉത്സവ പറമ്പിൽ പോയപ്പോ അവിടെ കുളിക്കടവിൽ ഓടി വീണപ്പോ ഞാൻ എടുത്തോണ്ട് പോയത് അറിയാവോ? അവൻ കുളിസിയും കാണാൻ പോയ സമയത്ത് ഞാനാണ് ഇവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടത്. അത് എന്റെ മണ്ടയിൽ ഇട്ട് തന്നെ. ഒരു കാര്യം കേൾക്കണം. പണ്ട് കുഞ്ഞിലെ എന്റെ അച്ഛൻ എനിക്ക് പാപ്പവും ബിസ്ക്കറ്റൊക്കെ മാറ്റോണ്ട് വരും. അപ്പൊ ഇവ ഇരുന്ന് കരയും. അപ്പൊ എന്റെ അച്ഛൻ പറയടാ, അവ കുഞ്ഞല്ലടാ, അവന് കൊടുറാന്ന്. അങ്ങനെ ഇവന് കൊടുക്കും. എനിക്ക് കളിപ്പാട്ടം വാങ്ങിച്ചോണ്ട് വരും. വാങ്ങിച്ചോണ്ട് വരുമ്പോ അപ്പൊ ഇവ ഇരുന്ന് കരയും. അപ്പൊ എന്റെ അച്ഛൻ പറയടാ, അവൻ കുഞ്ഞല്ലേ, അവന് കൊടുറാന്ന്. അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. പറഞ്ഞു കേട്ടോ, ചോദിച്ചോ. എന്റെ ഈ എലങ്കത്തിൽ ശ്രീ ഭഗവതി, അങ്ങനെ ഒരു സംഭവമേ ഈ ലോകത്ത് നടന്നിട്ടില്ല. ഇറങ്ങാ ഒരു പെണ്ണിന്റെ ഭാവിയെ തുറക്കൽ നീ വരാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്ക് ഉണ്ടായിരുന്ന ഓട്ടം കളഞ്ഞിട്ടാണ് ഞാൻ മര്യാദക്ക് ഇങ്ങോട്ട് വന്നത്. മര്യാദക്ക് 2 മന്തിക്കകത്ത് കയറി ഞാൻ നിങ്ങളെ കല്യാണ പന്തലിലോട്ട് കൊണ്ടുപോവാ. എടാ ഞാൻ പറഞ്ഞൊന്ന് കേള, നീ വന്നാ പെണ്ണിനെ കെട്ടടാ. നിനക്ക് അത്ര തുടങ്ങി, നീ പോയി കെട്ടടാ. എടാ നിന്നെ ല്ലേ ബഹളം വെക്കല്ലേ. 4 വാക്കും തെറിച്ചെന്ന് തോന്നണ. ഹലോ, ഞങ്ങൾ അങ്ങോട്ട് ഇപ്പൊ വരും. ഓക്കെ ഓക്കെ, ഞാൻ പോണം. എവിടെ പോണം? കല്യാണത്തിന് ഒരുമിച്ച് ഹലോ, കല്യാണം കഴിഞ്ഞു. കല്യാണമൊക്കെ കഴിഞ്ഞു. എടാ മുഹൂർത്തത്തിന് ഇവിടെ ചെല്ലാത്തോണ്ട് ഇവന്റെ അനിയനെ വെച്ചിട്ട് ഇവന്റെ അച്ഛൻ ആ കല്യാണം അങ്ങ് നടത്തി. കല്യാണമൊക്കെ നടത്തി. അപ്പൊ പിന്നെ ഓട്ടം പോകും. നിനക്കൊരു ഓട്ടം ഉണ്ട്. ആ കല്യാണം കഴിഞ്ഞ് അവരെല്ലാരും കൂടെ ഇവിടെ വന്ന ഉടനെ ഇവനെ അങ്ങ് കൊല്ലും. അപ്പൊ നിനക്കൊരു ആശുപത്രി ഓട്ടം ഫിക്സ്. ഉണ്ണിയേട്ടാ, ഓടാ പൊട്ടാ.